Hi friends, welcome back to Fiveas kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് അയല പുട്ട്. നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ പക്ഷെ നമ്മൾ തേങ്ങയ്ക്ക് പകരം ഇവിടെ അയല കൊണ്ടൊരു മസാല ഉണ്ടാക്കിയിട്ടാണ് പുട്ട് ചുടുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ കൂടെ എക്സ്ട്രാ വേറെ കറിയൊന്നും വേണ്ട, ജസ്റ്റ് പുട്ട് മാത്രം മതി. അപ്പോൾ ഇത് തന്നെ നമുക്ക് അയലല്ലാതെ വേറെ ഏത് മുള്ളു കുറവുള്ള മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് അയല വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അയലപ്പുട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3 വലിയ ഉള്ളിയാണ്, ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അയല വെച്ചിട്ടാണ്. അപ്പം ഇത് കുറച്ച് സൈസുള്ള മീനാണ്, അതുകൊണ്ടാണ് ഞാൻ 3 വലിയ ഉള്ളി എടുത്തത്. ഇപ്പം ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ എണ്ണം കുറയ്ക്കാം, നമുക്ക് 2 എണ്ണമൊക്കെ മതിയാവും ഉള്ളി. ഇത് ഞാൻ മസാല തേച്ച് വെച്ച മീനാണ്. മസാല നമ്മൾ സാധാരണ മീൻ പൊരിക്കാൻ എടുക്കുന്ന മസാല തന്നെ, മഞ്ഞളും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മസാല തേച്ചതാണ്. മീനൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിന് നമുക്കത് പൊരിച്ചെടുക്കാം. ഞാൻ പാനിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ മീന് 2 പീസാക്കിയിട്ടുണ്ട്. ഇതിനത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം. 2 സൈഡും മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം മീൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മീനും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇനിയിപ്പം മീന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി തണുപ്പിക്കാൻ വെക്കാം നമുക്ക്. ഇത് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മളെ ഉള്ളി പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ മീൻ പൊരിച്ച അതേ ഓയിലിൽ തന്നെയാണ്, അപ്പോൾ മീനിൻ്റെ ഫ്ലേവർ കിട്ടുമല്ലോ. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തെടുക്കണം. ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തെടുക്കുക ഇതിലേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഉള്ളി വാടി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴേക്ക് നമുക്ക് മീൻ ഒന്ന് മുള്ള് കുടഞ്ഞിട്ട് എടുക്കണം. ഇപ്പോൾ മീൻ തണുത്തുണ്ട്, നമുക്കിതിൻ്റെ മുള്ള് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുക്കാം. നമുക്ക് ഏത് മീനുമാണെങ്കിലും ചെയ്യാം, അതായത് മുള്ള് ഇല്ലാത്ത മീൻ, മുള്ള് കുറവുള്ള മീൻ. ഇപ്പം നാട്ടിൽ ഐക്കോറ പിന്നെ അല്ലെങ്കിൽ ആഗോലി പോലുള്ള മീനൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇതുപോലെ മുള്ള് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇറച്ചി മാത്രം എടുക്കാം. ഇപ്പോൾ വലിയ മുള്ളുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ പറ്റുന്നതൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാം, അല്ലെങ്കിൽ പിന്നെ മസാല ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിലും കാണുമ്പോൾ നമുക്ക് അന്നേരം എടുത്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഏകദേശം മുള്ളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതിന്. ഇനി നമുക്ക് നമ്മൾ ഉള്ളി എന്തായി നോക്കാം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ഞാനിവിടെ 4 എണ്ണമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഇനി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. അപ്പം എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ് കുറവായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാനും മറന്നു പോയിട്ടുണ്ട്. അത് ഞാൻ താഴെ എഴുതി ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ടെല്ലാം വാടി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാ പുട്ട് ചുടുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ തേങ്ങയ്ക്ക് പകരം ഈ ഫിഷിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്നത് പോലെ തന്നെ ലെയറായിട്ട് ആദ്യം മസാല പിന്നെ പുട്ടുപൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എത്ര ലെയർ വേണമെന്നുള്ളതനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഞാൻ ആദ്യം തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുട്ടുകുറ്റി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പുട്ടിന് നന്നായിട്ട് ആവി വന്നു. അപ്പം നമുക്ക് പുട്ട് കുത്താം. നമ്മൾ അയലപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അയലപ്പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുള്ളു കുറവുള്ള ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ട്യൂണ, പിന്നെ നെയ്മീൻ, ആഗോലി, അങ്ങനെയുള്ള ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുള്ളു കുടഞ്ഞെടുക്കുമ്പം മുള്ളില്ല എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പ്രയാസമാവും ഇത് തിന്നുമ്പോൾ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സജഷൻസ് അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.